മോഹൻലാൽ പിണറായി വിജയനായി എത്തുന്ന കംറേഡ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ശ്രീകുമാർ മേനോൻ ചിത്രം സംവിധാനം ചെയ്യുമെന്നാണ് വാർത്തകൾ പരന്നത്. ഇതിനെതിരെ ശ്രീകുമാർ മേനോൻ രംഗത്തും വന്നിരുന്നു. ഒടിയൻ എന്ന ചിത്രത്തിനു മുൻപ് മോഹൻലാലിനെ നായകനാക്കി ആലോചിച്ച ഒരു പ്രോജക്റ്റാണിതെന്നും അതിന്റെ ഭാഗമായി ചില സ്കെച്ചുകൾ വരച്ചുവെന്നും അതോരോ പ്രൊഫഷണൽ എത്തിക്സ് നോക്കാതെ പ്രചരിപ്പിച്ചു എന്നുമാണ് ശ്രീകുമാർ മേനോൻ പറയുന്നത്. മുൻപ് ഇതേ രൂപത്തിൽ മമ്മൂട്ടിയും പ്രത്യക്ഷപ്പെട്ടിരുന്നു. മുൻപ് സഖാവ് PV എന്ന സിനിമാ പോസ്റ്ററിൽ മമ്മൂട്ടിയുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ പിണറായി വിജയനായി മോഹൻലാലാണോ മമ്മൂട്ടിയാണോ എത്തുക എന്ന ആശങ്കയിലാണ് സമൂഹ മാധ്യമങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ഫാൻമെയ്ഡ് പോസ്റ്ററുകൾക്ക് വലിയ പ്രചാരമാണ് ലഭിക്കുന്നത്. ഇഷ്ടതാരങ്ങളുടെ രൂപങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെയും ചരിത്ര പുരുഷന്മാരുടെയും ചിത്രങ്ങളുമായി സാമ്യപ്പെടുത്തിയ പോസ്റ്ററുകൾ ഒക്കെയും ഇന്ന് സർവ്വസാധാരണമാണ്. ഇത്തരത്തിലാണ് മമ്മൂട്ടിയുടെ പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടത്. ആരാണ് ഈ വിരുതൊപ്പിച്ചതെന്നറിയില്ലെങ്കിലും സംഗതി സോഷ്യൽ മീഡിയയിൽ ക്ലിക്കായി കഴിഞ്ഞു. ദ കംറേഡ് എന്ന സിനിമാ പോസ്റ്ററാണ് സോഷ്യൽ മോഹൻലാലിൻ്റെതായി പ്രചരിച്ചത്. ഹരികൃഷ്ണൻ എഴുതി VA ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പോസ്റ്ററിലാണ് മോഹൻലാലിന്റെ പിണറായി മേക്ക് ഓവർ. എന്നാൽ ഇത്തരത്തിലൊരു സിനിമ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. സഖാവ് PV എന്ന സിനിമാ പോസ്റ്ററിൽ മമ്മൂട്ടിയുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. സാനിയാസ് എന്ന കലാകാരനായിരുന്നു അത് നിർമ്മിച്ചത്. സോഷ്യൽ മീഡിയയിൽ തന്റെ പോസ്റ്റർ ഡിസൈനിങ് കൊണ്ട് ഏറെ പ്രശസ്തനാണ് സാനിയാസ്. മുൻപ് മമ്മൂട്ടിയെയും ദുൽഖർ സൽമാനെയും ഫിദൽ കാസ്ട്രോ ആയി ചിത്രീകരിച്ച സാനിയാസിന്റെ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പോസ്റ്ററുകൾ കണ്ടാൽ ഇങ്ങനെയൊരു ചിത്രം പുറത്തിറങ്ങിയോ എന്ന് പ്രേക്ഷകരും ചിത്രത്തിന്റെ സാധ്യതകളെപ്പറ്റി എഴുത്തുകാരും വരെ ആലോചിച്ചു പോകും എന്നതാണ് കാര്യം. സംവിധായകൻ സന്തോഷ് വിശ്വനാഥ് തന്റെ രാഷ്ട്രീയ സിനിമ പ്രഖ്യാപിച്ച സമയത്ത് അതിൽ മമ്മൂട്ടി പിണറായി വിജയനായാണ് എത്തുന്നതെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ കഥയ്ക്ക് പിണറായി വിജയനുമായി യാതൊരു ബന്ധവുമില്ലെന്നും സന്തോഷ് വ്യക്തമാക്കിയിരുന്നു. 2018 മാർച്ചിലായിരുന്നു സഖാവ് PV എന്ന പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂപസാദൃശ്യത്തോടെയാണ് മമ്മൂട്ടിയുടെ ചിത്രം പ്രചരിക്കുന്നത്. മമ്മൂട്ടി മുഖ്യമന്ത്രിയായി വേഷമിടുന്ന സന്തോഷ് വിശ്വനാഥ് ചിത്രം പ്രഖ്യാപിച്ചതും സഖാവ് PV എന്ന പോസ്റ്ററിന്റെ വിശ്വാസ്യത കൂട്ടാൻ കാരണമായി. സഖാവ് PV എന്ന പോസ്റ്ററിന് എന്റെ സിനിമയുമായി യാതൊരു ബന്ധവുമില്ല. തീർത്തും വ്യാജമായ പോസ്റ്ററാണിത്. പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി മുഖ്യമന്ത്രിയായാണ് വേഷമിടുന്നത് എന്നത് സത്യമാണ്. പക്ഷേ ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല. ബോബി സഞ്ജയ് ടീം തിരക്കഥ എഴുതുന്ന ചിത്രത്തിന്റെ സംവിധായകൻ സന്തോഷ് പറഞ്ഞു. പിണറായി വിജയന്റെ ജീവിതവുമായി ഒരു തരത്തിലും ഈ സിനിമയ്ക്ക് ബന്ധമില്ല. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടാണോ മമ്മൂട്ടി എത്തുക എന്ന ചോദ്യത്തിനും സന്തോഷ് അന്ന് വ്യക്തമായ മറുപടി നൽകിയിരുന്നു. വേറിട്ടൊരു രാഷ്ട്രീയ സിനിമയായിരിക്കും ഇത്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടല്ല മമ്മൂട്ടി ഈ ചിത്രത്തിലെത്തുക. ഒരു കൊടിയുടെ കീഴിലോ ഒരു ചട്ടക്കൂടിനുള്ളിലോ ഉൾപ്പെടാത്ത ഒരു മുഖ്യമന്ത്രി. അതാണ് ചിത്രത്തിന്റെ സവിശേഷത. പ്രചരിക്കുന്ന ചിത്രത്തിലേതുപോലെ അത്ര പ്രായമുള്ള മുഖ്യമന്ത്രിയാകില്ലെന്നും സന്തോഷ് കൂട്ടിച്ചേർത്തു. മറിച്ച് ആരാധകർ ഇഷ്ടപ്പെടുന്ന ഒരു മമ്മൂട്ടി തന്നെയാകും പുതിയ ചിത്രത്തിലെത്തുക. ശ്രീനിവാസൻ, രഞ്ജി പണിക്കർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ഉണ്ടാവുമെന്നും സന്തോഷ് അറിയിച്ചിരുന്നു. ഏതായാലും ആരാധകർക്ക് കാത്തിരിക്കാം ആരാണ് കേരളം കാത്തിരിക്കുന്ന കരുത്തനായ മുഖ്യമന്ത്രിയായി സ്ക്രീനിലെത്തുക എന്നതിന്. മോഹൻലാലാണോ മമ്മൂട്ടിയാണോ എന്നത് സംവിധായകർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യവുമാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.